അയർലാൻഡ് കറങ്ങാൻ വരികയാണെങ്കിൽ ദി ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സമ്മറാണ്. അത് ഈ മാസമാണെങ്കിൽ ഒരു രക്ഷയില്ല. വിക്ലോ കൗണ്ടിലുണ്ടല്ലോ നമ്മൾ എത്ര വന്നാലും ഓരോ പുതിയ പുതിയ സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഈ വലുതാ സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടുത്തെ ചില സ്ഥലത്തിന്റെ പേരുകൾ വായിൽ കിട്ടുകയില്ല. ക്ലെൻ്റെ ലോകം. വിക്ലോ കൗണ്ടിയാ ഇത് നാഷണൽ ഇവിടെ പാർക്കാ. കുറച്ച് ട്രക്കിങ്ങും ഈ രണ്ട് ലേക്കുമാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം, ബഗ്ഗി കൊണ്ട് വരെയാണ് ഇവർ ട്രക്ക് ചെയ്യുന്നത്. കുറച്ചൊക്കെ കയറുക ലേക്ക് വരെ പോകുന്ന തോന്നുന്നു. അടുത്ത മെയിൻ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കത്തീഡ്രലാണ്. അത് 10th 13th സെഞ്ചുറിയിൽ എങ്ങാണ്ട് പണിതെന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അവിടുത്തെ ആ സെമിട്രി. അത്രയും പഴയതാണല്ലേ. ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ഒരു കോമഡി ഉണ്ട് കേട്ടോ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. You think double meaning? You think double meaning? വിക്ലോ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് സാലീസ് ഗ്യാപ്പ്. അവിടെ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത്, എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു ഫീലാണ്. നമ്മളൊരു സിക്കിമൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു റോഡ് ട്രിപ്പാണ് ശരിക്കും എനിക്കിവിടെ ഫീൽ ആ ചെയ്തത്. നല്ല രസമാണ്. പൂക്കളും അവിടുത്തെ ആ എന്ത് ഷീപ്പിനെയൊക്കെ കണ്ടോ, എന്ത് വലിയ ബുമ്പ് ബുമ്പെന്നായിരിക്കുന്നത്. അത് ഇവരൊക്കെ ഉണ്ട് ശരിക്കും ഒരു ജാക്കി ചാൻ എന്റെ ചൈന കൊളീഗ് ആയതുകൊണ്ട് ആന്റി അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചെന്നേ ഉള്ളു കേട്ടോ. സാലി ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗിന്നിസ് ലേക്കിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഗിന്നിസ് ലേക്കിലേക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു സാഹചര്യം കൊണ്ട് എഴുതാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ടൈം പോയിരിക്കും അവിടെ.